അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം പാരായണം ചെയ്യുന്നു. അഥ പഞ്ചമോധ്യായ. ഋഷയ ഊചു സൂതാസ്മാകം മനഃകാമം മഗ്നം സംശയസാഗരേ യഥോക്തം മഹദാശ്ചര്യം ജഗദ്വിസ്മയകാരകം യന്മൂർധാ മാധവസ്യാപി ഗതോ ദേഹാത് പുനഃപരം ഹയഗ്രീവസ്തതോ ജാത സർവകർത്താ ജനാർദ്ദന വേദോപി സ്തൗതിയം നിത്യം ദേവാ സർവേ യദാശ്രയാ ആദിദേവോ ജഗന്നാഥ സർവകാരണകാരണ തസ്യാപി വദനം ഛിന്നം ദൈവയോഗാൽ കഥം തദാ തത്സർവം കഥയാശു ത്വം വിസ്തരേണ മഹാമതേ. സൂത ഉവാച ശൃണ്വന്തു മുനയഃ സർവേ സാവധാനാഃ സമന്തതാഃ ചരിതം ദേവദേവസ്യ വിഷ്ണോഃ പരമതേജസാ കദാചിദ്ദാരുണം യുദ്ധം കൃത്വാ ദേവഃ സനാതനഃ ദശവർഷസഹസ്രാണി പരിശ്രാന്തോ ജനാർദ്ദന സമേ ദേശേ ശുഭേ സ്ഥാനേ കൃത്വാ പത്മാസനം വിഭു അവലംബ്യ ധനുസജ്യം കണ്ഠദേശേ ധരാസ്ഥിതം ദത്വാ ഭാരം ധനുഷ്കോട്ട്യാം നിദ്രാമാപരമാപതി ശ്രാന്തത്വാദ്ദൈവയോഗാച്ച ജാതസ്തത്രാതിനിദ്രിത തദാ കാലേന കിയതാ
ദേവാ സർവേ സവാസവാ ബ്രഹ്മേശ സഹിതാ സർവേ യജ്ഞം കർത്തും സമുദ്യതാ ഗതാ സർവേധ വൈകുണ്ഠം ദ്രഷ്ടും ദേവം ജനാർദ്ദനം ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം മഘാനാമധിപം പ്രഭും അദൃഷ്ടാതു തദാ തത്ര ജ്ഞാനദൃഷ്ട്യാ വിലോക്യത്തെ യത്രാസ്തേ ഭഗവാൻ വിഷ്ണു ജഗ്മുസ്തത്ര തദാസുരാ ദദൃശുസ്തേ തദേശാനം യോഗനിദ്രാവശം ഗതം വിചേതനം വിഭും വിഷ്ണും തത്രാസാം ചക്രിരേ സുരാ. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ദേവിയുടെ സർവോത്കർഷത്വം എന്ന ഭാഗത്തിൽ 1 മുതൽ 12 കൂടിയുള്ള 12 ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അഖില ലോകത്തിനെയും വിസ്മയിപ്പിച്ചിടുന്നതാം അത്യത്ഭുതം നിറഞ്ഞതാം കഥ കേട്ടപ്പോ അല്ലയോ സൂത ഞങ്ങൾ തൻ മനമാകെ സംശയമാമഭി തന്നിൽ ആണ്ടുപോയതുപോലായല്ലോ. അതിനു കാരണം ചൊല്ലാം വിഷ്ണുവിൻ ശിരസ്സു പോലും ആ ദേഹത്തിൽ നിന്നു തെറിച്ചു പോയെന്നതും അഖില കർത്താവായുള്ള ഭഗവാൻ ജനാർദ്ദനനോ അശ്വഗ്രീവനായി എന്നും പറഞ്ഞുവല്ലോ. ആരെയാണോ വേദം പോലും നിത്യനായി സ്തുതിക്കുന്നു, ആരെയാണോ ദേവജനം ആശ്രയിക്കുന്നു, ആദിദേവനായി ജഗന്നാഥനായി മിന്നിടുന്ന അഖില കാരണനല്ലോ വിഷ്ണു. അദ്ദേഹത്തിൻ തല പോലും ഈശ്വര നിയോഗത്താലെ അന്നെങ്ങിനെ മുറിഞ്ഞെന്നും അറിയാൻ മോഹം. ആ വിധത്തിലുള്ള കഥയെല്ലാം പറഞ്ഞിട വേണം അതിബുദ്ധിമാനാം സൂത വിസ്തരിക്കണേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പരമതേജസ്വിയായ ദേവദേവൻ വിഷ്ണുവിൻ്റെ പരമചരിതം പാടാം, ശ്രദ്ധിച്ചു കേൾക്കൂ. സനാതനൻ ജനാർദ്ദനൻ 10,000 വർഷങ്ങൾ അതിഭയങ്കര യുദ്ധം ചെയ്തു ക്ഷീണിച്ചു. സമതല പ്രദേശത്തു ഉചിതമാം സ്ഥാനം നോക്കി സർവേശ്വരൻ വില്ലിൽ ഞാണും മുറുക്കി കെട്ടി. താഴെ കുത്തി നിർത്തിയതാ വില്ലിൻ കഴുത്തു ചായിച്ചു, വില്ലിൽ കഴുത്തു ചായിച്ചു. താമരാക്ഷൻ പത്മാസനം കൊണ്ടേരിപ്പായി.
വില്ലിൻ തുമ്പിലായി ഭാരം കൊടുത്തു രമാപതിയ വിശ്വരൂപൻ മെല്ലെ മെല്ലെ ഉറക്കത്തില. വല്ലാത്ത ക്ഷീണവും പിന്നെ ഈശ്വര നിയോഗം കൊണ്ടും വേറെയൊന്നും അറിയാതെ ഉറങ്ങിപ്പോയി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അല്പകാലം കഴിഞ്ഞപ്പോൾ അമരാപുരിക്കു നാഥൻ അമരേന്ദ്രൻ ഉൾപ്പെടുന്ന ദേവസമൂഹം, അദ്രിപതി മഹാദേവൻ വാണിപതി നാൻമുഖനും അതിശ്രേഷ്ഠമായ യാഗം ചെയ്യാനുറച്ചു. ദേവകാര്യം സാധിക്കുവാൻ യജ്ഞത്തിൻ്റെ അധിപതി ദേവദേവൻ പ്രഭുവായ ജനാർദ്ദനനെ ദർശിക്കുവാനെല്ലാവരും അതിവേഗം തയ്യാറായി ദേവാധിദേവൻ തന്നൂടെ വൈകുണ്ഠത്തിലേക്ക്. ദേവാധിദേവൻ തൻ്റെ വൈകുണ്ഠത്തിലേക്ക്. അവിടെ കാണാത്തതിനാൽ വിഷ്ണു എവിടെയാണെന്നു അറിഞ്ഞു ജ്ഞാനദൃഷ്ടിയാൽ അവിടേക്കു യോഗനിദ്രക്കധീനനായി വിഷ്ണുവിനെ കണ്ട നേരം യോഗ്യരായ ദേവജനം നിശ്ചേഷ്ടരായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം, അത് അമ്മയെ അറിയാനെന്ന അക്ഷരപൂജയായി ആ പാദാരവിന്ദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നു. ഇന്ന് 5-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 12 ശ്ലോകങ്ങളാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. ദേവിയുടെ സർവോത്കർഷത്വം കാണിക്കുന്ന ഭാഗങ്ങളാണത്. ശൗനകാദി ഋഷീശ്വരന്മാർ സൂതപൗരാണികൻ്റെ അടുത്തിരുന്ന് കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ് നൈമിഷാരണ്യത്തിൽ. ശൗനകാദികളുടെ ചോദ്യമാണ് ആദ്യത്തെ 4 ശ്ലോകങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ പറയുകയാണ്, സൂതാസ്മാകം മനഃകാമം മഗ്നം സംശയസാഗരേ. അല്ലയോ സൂത, അസ്മാകം മനഃ, ഞങ്ങളുടെ മനസ്സ് സത്യത്തിൽ സംശയസാഗരത്തിൽ, സംശയമാകുന്ന ആ മഹാസമുദ്രത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. സത്യത്തിൽ അതാണ്.
യഥോക്തം മഹദാശ്ചര്യം ജഗദ്വിസ്മയകാരകം, വളരെ ആശ്ചര്യമുള്ളതും ലോകത്തിന് മുഴുവൻ വിസ്മയത്തിന് കാരണവുമായി അങ്ങ് ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ? എന്താണത് എന്നാണെങ്കിൽ, യന്മൂർധ മാധവസ്യാപി, മാധവന്റെ പോലും ശിരസ് ഗതോദേഹാത് പുനഃപരം, തൻ്റെ ദേഹത്ത് നിന്ന് തെറിച്ചുപോയി എങ്കിൽ, ഹയഗ്രീവസ്തതോജാത സർവകർത്ത ജനാർദ്ദന, അങ്ങനെ എല്ലാത്തിൻ്റെയും കർത്താവായ മഹാവിഷ്ണു ഹയഗ്രീവനായി ജനിച്ചു, ഹയഗ്രീവസ്തതോജാത എന്ന് അങ്ങ് പറയുകയുണ്ടായില്ലേ? വേദോപി സ്തൗതിയം നിത്യം, വേദങ്ങളും നിത്യനായി ആരെ സ്തുതിക്കുന്നു? ദേവാ സർവേ യഥാശ്രയ, ദേവന്മാർക്ക് ആരാണോ എന്നും ആശ്രയമായിട്ടുള്ളത്, ദേവാ സർവേ യഥാശ്രയാ. ആദിദേവോ ജഗന്നാഥ സർവകാരണ കാരണ, ആദിദേവനും ജഗന്നാഥനും സർവകാരണങ്ങൾക്കും കാരണമായവനും ആയിരിക്കുന്ന ഭഗവാൻ. തസ്യാപി വദനം ഛിന്നം ദൈവയോഗാൽ കഥം തഥാ, അങ്ങനെയുള്ള ഒരാളുടെ ആ തല തകർന്നുപോയി ദൈവയോഗം കൊണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയുണ്ടാവണു? തത്സർവം കഥയാശുത്വം, അത് മുഴുവൻ വേണ്ടതുപോലെ അങ്ങ് പറയണേ. വിസ്തരേണ മഹാമതേ, വിസ്തരിച്ച് മഹാബുദ്ധിമാനായിരിക്കുന്ന മഹാമതിയായിരിക്കുന്ന അല്ലയോ സൂതപൗരാണിക, അത് ഞങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണേ. ഇത് കേട്ടപ്പോൾ സൂതം പറഞ്ഞു, ശൃണ്വന്തു മുനയ സർവേ സാവധാന സമന്തത ചരിതം ദേവദേവസ്യ വിഷ്ണോ പരമതേജസ. ദേവദേവനായിരിക്കുന്ന ആ വിഷ്ണുവിൻ്റെ, പരമതേജസ്സോടുകൂടിയ പരമതേജസ്വിയായിരിക്കുന്ന വിഷ്ണുവിൻ്റെ ചരിതം നിങ്ങൾ കേട്ടോളൂ. ശൃണ്വന്തു, കേട്ടോളൂ. എങ്ങനെ കേൾക്കൂ? സാവധാനത്തിൽ, അങ്ങനെ കേൾക്കുമ്പോഴാണ്, ശ്രദ്ധിച്ചു കേൾക്കൂ എന്നാണ്. ഹേ മഹർഷിമാരെ, മുനയഹ, നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കൂ. എന്നിട്ട് ആ കഥ പറയാൻ, കഥാചിദ്ദാരുണം യുദ്ധം കൃത്വാ ദേവ സനാതന ദശവർഷ സഹസ്രാണി പരിശ്രാന്തോ ജനാർദ്ദന. ഒരിക്കൽ അതിഭയങ്കരമായിരിക്കുന്ന ദാരുണം യുദ്ധം കൃത്വ, അതിഭയങ്കരമായ ഒരു യുദ്ധം നടത്തിയിട്ട്, ദേവ സനാതന ജനാർദ്ദന, ദേവദേവനും സനാതനനുമായിരിക്കുന്ന ഭഗവാൻ ജനാർദ്ദനൻ ദശവർഷ സഹസ്രാണി, എത്ര കാലം യുദ്ധം ചെയ്തു? 10,000 വർഷം യുദ്ധം ചെയ്തു. അതുകൊണ്ട് എന്തുണ്ടായി? പരിശ്രാന്ത, അല്ലാതെ ക്ഷീണിച്ചു പോയി ഭഗവാൻ. ക്ഷീണിച്ചാൽ പിന്നെന്താ? വിശ്രമിക്കുക അല്ലേ? അതാണ് പിന്നീട് ചെയ്തത്. സമേദേശേ ശുഭേ സ്ഥാനേ, സമമായ ഒരു സ്ഥലത്ത്, ഏറ്റവും ശുഭമായ നല്ലതായിട്ടുള്ളൊരു സ്ഥലം നോക്കി, ഉചിതമായ സ്ഥലം നോക്കി, കൃത്വാ പത്മാസനം വിഭു, പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട്, ആ പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്തു? അവലംബ്യ ധനുസജ്യം കണ്ഠദേശേ ധരാസ്ഥിതം, താഴെ കുത്തി നിർത്തിയ വില്ലിൽ തൻ്റെ കഴുത്ത് ചായ്ച്ച് അവിടുന്ന് ഭഗവാൻ ഇരുന്നു. എങ്ങനെയുള്ള വില്ല് എന്നാണ്? സജ്യം, ധനുസജ്യം, ഞാൻ വലിച്ചു കെട്ടിയ വില്ല്. അപ്പം അങ്ങനെ വളഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരറ്റത്ത് തല വെച്ചും കൊണ്ട് ഈ ഭഗവാൻ, സനാതനനായിരിക്കുന്ന ജനാർദ്ദനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ അവിടെ പത്മാസനത്തിലിരുന്നു. ദത്വാഭാരം ധനുഷ്കോട്ട്യാം നിദ്രാമാപ രമാപതി. നമ്മൾ പറയാറില്ല ഇരുന്നുറങ്ങുക, കിടന്നുറങ്ങുകയല്ല ചെയ്തത്, ഇരുന്നുറങ്ങി. അപ്പം ഇതിലേക്ക് ഇങ്ങനെ തല ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് ആ വില്ലിൻ്റെ തുമ്പത്ത് തൻ്റെ ഭാരം കൊടുത്ത് രമാപതിയായിരിക്കുന്ന ഭഗവാൻ, രമാപതി നിദ്രാമാപ, ഉറക്കമായി. ശ്രാന്തത്വാൽ ദൈവയോഗാച്ച, എന്താ ഉറങ്ങാൻ കാരണം? ആ ക്ഷീണമുണ്ട്, അതേപോലെ ഈശ്വര സങ്കല്പവുമുണ്ട്. അതുകൊണ്ട് ഒന്നുമറിയാത്ത ഉറക്കത്തിലേക്ക് അദ്ദേഹം വീണുപോയി. ജാതസ്തത്ര ആദിനിദ്രിത എന്നാണ്. എന്നിട്ടോ തദാ കാലേന കിയത ദേവാ സർവേ സവാസവാഹ, ആ കാലത്ത് ദേവന്മാര്
സകല ദേവന്മാരും സവാസവാഹ വാസവനോടുകൂടി, അരവാസവൻ ദേവേന്ദ്രനോടുകൂടി ബ്രഹ്മേശ സഹിത സർവേ, അതേപോലെ ബ്രഹ്മാവ്, ഈശൻ, ശിവൻ എന്നിവരോടും ചേർന്ന് യജ്ഞം കർത്തും സമുദ്യത, ഒരു യജ്ഞം നടത്താനായിട്ട് ഒരുക്കങ്ങൾ ആരംഭിച്ചു. അങ്ങനെ യജ്ഞം നടത്തുമ്പോൾ എന്തു വേണം? യജ്ഞപതിയായിരിക്കുന്ന, ധരാപതിയായിരിക്കുന്ന ആ ഭഗവാനെ കാണണം. സാത്വതാമ്പതി അല്ലേ? അങ്ങനെയുള്ള ഭഗവാന്റെ അടുത്തേക്ക് ഗതാ സർവേധ വൈകുണ്ഠം ദ്രഷ്ടും ദേവം ജനാർദ്ദനം, ദേവം ജനാർദ്ദനം ദ്രഷ്ടും, ദേവനായ ജനാർദ്ദനെ കാണാൻ വേണ്ടി സർവേ എല്ലാ ആളുകളും വൈകുണ്ഠം ഗത, വൈകുണ്ഠത്തിലേക്ക് പോയി. പക്ഷെ വൈകുണ്ഠത്തിലല്ല ഭഗവാൻ ഭൂമിയിലാണ് അല്ലേ? സമതല പ്രദേശത്ത് ഒരു വില്ലിൻ്റെ മുകളിൽ തലയും വെച്ച് അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. അവരെല്ലാവരും വൈകുണ്ഠത്തിലേക്ക് ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം മഖാനാം അധിപം പ്രഭും, മഖങ്ങളുടെ യജ്ഞങ്ങളുടെ അധിപതിയായ പ്രഭുവായ ആ ഭഗവാനെ ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം, ദേവകാര്യം സാധിക്കാൻ വേണ്ടി, അവരുടെ കാര്യം, അവരുടെ ആഗ്രഹം എന്താണ്? യജ്ഞം നടത്തണമെന്നാണ്. എന്നാൽ അവിടെ ചെന്നപ്പോൾ അദൃഷ്ടുവാതു തഥാ തത്ര, അവിടെ വിഷ്ണുവിനെ കണ്ടില്ല. ജ്ഞാനദൃഷ്ടിയാ വിലോക്യത്തെ, എന്നാൽ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഇപ്പോൾ വിഷ്ണു എവിടെയാണ് എന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ടോ യത്രാസ്തേ ഭഗവാൻ വിഷ്ണു ജഗ്മുസ്തത്ര തദാസുര, എവിടെയാണോ വിഷ്ണു ഇരിക്കുന്നത് അവിടേക്ക് ഈ ദേവന്മാർ മുഴുവൻ ബ്രഹ്മാവിനോടും അതേപോലെ മഹാദേവനോടും കൂടി അവിടേക്ക് പോയി. അവിടെ എത്തുമ്പോഴോ ദദൃശസ്തേ തദേശാനം യോഗനിദ്രാവശം ഗതം വിചേതനം വിഭും വിഷ്ണും തത്രാസാം ചക്രിരേ സുരാ. വിഭുവായ വിഷ്ണു യോഗനിദ്രാവശം ഗതം, യോഗനിദ്രയ്ക്ക് അധീനനായി വിചേതനം, ചലനമില്ലാതെ ഇരിക്കണ കണ്ടപ്പോൾ ദേവന്മാരും ഇനി എന്തു ചെയ്യണം എന്ന് അറിയാതെ അവരും നിശ്ചേഷ്ടരായി, അവരും നിശ്ചലരായി മാറി എന്ന് പറയുന്നു. ആ 12ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ നമുക്ക് 13ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.
കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ
സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.